Okay. What next? Sign in and thought for the day. Who all are ready? Thought. When you face difficult time, know that challenges are not sent to destroy you. They are sent to promote, increase, and strengthen you. Thank you. Okay, sign in. Yes, Maruti. Good afternoon, ma'am. Yes, please. Good afternoon, everyone. I'm Lijimal from Ernakulam. First, I honestly welcome our respected teacher Jisha, ma'am, and then my dear friends. Today we are all together for a new class. Let's make a most of this opportunity and enjoy this class. Thank you. Okay, fine. Thank you so much, and once again, good afternoon to all. ഇവിടെ കുറച്ച് പേരുള്ളൂ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. ഓക്കെ, എനിക്ക് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ, വേറൊന്നുമല്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മോണ്ടിസോറി ചെയ്യാനായിട്ട് ജോയിൻ ആയത്? യെസ്, നമുക്ക് റെഗുലർ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. വൈ? കുഞ്ഞുള്ളത് കൊണ്ട്. യെസ്. വേറെ? കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ട്, അവരെ ആരെയും ഏൽപ്പിച്ചു പോകാൻ നമുക്ക് തോന്നില്ല. സോ ഏൽപ്പിക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പൊ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കേണ്ട ഒരു പ്രായമുള്ള കുട്ടികളായിരിക്കും അല്ലെ. വേറെ എന്താണ്? ഓൾഡ് പാരന്റ്സ്. ഡെഫിനറ്റ്ലി അവരെയും നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്, ഓൾഡ് പാരന്റ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, കമ്മിറ്റ്മെന്റ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിൽ നമ്മൾ ലേണിംഗ് എൻവയോൺമെന്റിലേക്ക് നമ്മൾ ചേരുന്നത്. അതായത് ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും ഇരുന്ന് ക്ലാസ് കാണാം. നിങ്ങളുടെ പ്രൈവസിയെ ബാധിക്കില്ല. നിങ്ങൾക്ക് നിർബന്ധവും ഇല്ല, അതായത് പറയുന്ന പോലെ വീഡിയോ ഓൺ ചെയ്യണമെന്നൊന്നും നിർബന്ധം പറയില്ല. അപ്പൊ എങ്ങനെ വേണമെങ്കിലും എവിടെ ഇരുന്ന് ക്ലാസ് കാണാം. എന്തെങ്കിലും കിച്ചണിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ, ഈ പറയുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴോ, പാരന്റ്സിനെ നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പിന്നെ ചിലര് ജോലിക്ക് പോകുന്നവരുണ്ട്, അവർക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് റെഗുലർ ക്ലാസ്സിൽ പോകാനായിട്ട് പറ്റില്ല. അപ്പൊ ഓൺലൈൻ തന്നെയാണ്, റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഓൺലൈനിൻ്റെതായിട്ടുള്ള നല്ല ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ കോഴ്സ് ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ സാറ് പറഞ്ഞപ്പോ ഞാൻ റെഗുലർ മീൻസ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക ചെയ്തത്. ഹോളിഡേ ബാച്ച് ആയിരുന്നു, സൺഡേസ് ആൻഡ് ഹോളിഡേസ് ആയിരുന്നു എന്റെ ക്ലാസ്. അത് ഫുൾ ഡേ നമ്മൾ ഫിസിക്കലി അവിടെ ഉണ്ടായിരിക്കും, അല്ലാതെ ഇതുപോലെ ഓൺലൈനിലല്ല പഠിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെ സാർ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, സാർ മോണ്ടിസോറി ക്ലാസ് എങ്ങനെയാണ് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റുക? അതോ ഫുള്ളി ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്, അത് ഓൺലൈനിൽ ചെയ്യാവൂ? സാർ നമുക്ക് നോക്കാം ടീച്ചറെ എന്നോട് പറഞ്ഞു. അപ്പം എന്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിമിറ്റേഷൻസ് വരുന്നതിനെ മാക്സിമം ഓവർകം ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് മാക്സിമം ഔട്ട്കം കിട്ടണം, നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണമെന്ന് ഞാൻ മാത്രമല്ല, എന്റെ ടീം, നമ്മുടെ ഇതിന്റെ പുറകിലുള്ള മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, ടെക്നിക്കൽ ടീം, അക്കാദമിക് ടീം, എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോരുത്തരുടെയും എഫേർട്ട് ഇതിന്റെ പുറകിലുണ്ട്. ക്ലാസ് എടുക്കാൻ വരുന്ന ആളുടെ മാത്രമല്ല കേട്ടോ. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ലിമിറ്റേഷൻസിനെ, നമ്മൾ ആ ഒരു ചലഞ്ചിനെ നമ്മൾ ഓവർകം ചെയ്യാൻ ശ്രമിച്ചത്. കുറെയൊക്കെ സക്സസ് ആയി എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇറങ്ങിയ ബാച്ചുകളിൽ നിന്നുള്ള ഫീഡ്ബാക്കിൽ നിന്നാണ് കേട്ടോ. അപ്പോ എൻ്റെ അടുത്ത് വന്ന ഒരു കൺസേൺ ആണ്, ഞങ്ങൾ ഇങ്ങനെ ജോലിക്ക് പോകുന്നവരാണല്ലോ, അപ്പൊ ഇതുപോലെ അസൈൻമെന്റും ആക്ടിവിറ്റീസും ഒക്കെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ചെയ്യാനായിട്ട് സമയം കിട്ടില്ലല്ലോ എന്നൊരു കാര്യം വന്നു. നമ്മൾ ഈ ഓൺലൈനിന്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആക്കുവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ അസൈൻമെന്റും ആക്ടിവിറ്റീസും ഒക്കെ തരുന്നത്. അല്ലാതെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഉദ്ദേശമല്ല. അതിലൂടെ നമ്മൾക്ക് ഓൺലൈൻ കോഴ്സ് ആണെന്നുള്ള ആ ഫീല്, അതിന്റെ കുറവുകൾ നമുക്ക് നികത്താനായിട്ട് പറ്റും. നമുക്ക് കുറെ അവയർനെസ് കിട്ടും
അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് തന്നെയാണോ ഞാൻ പറഞ്ഞറിയില്ല, എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ബാച്ചിലും അസൈൻമെന്റ് എന്തിനാ എഴുതിക്കുന്നത്? മാർക്കിന് വേണ്ടിയിട്ടാണ്. ആ അസൈൻമെന്റ് എഴുതാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ശരിയാണല്ലോ, പലപ്പോഴും ചില അസൈൻമെന്റുകളൊന്നും ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ ഒരു കൊച്ചുകുട്ടി പെഗ്ഗി എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉടനെ നിങ്ങൾ ഗൂഗിളിനോട് മേയോട് ചോദിച്ചാണോ അത് എഴുതേണ്ടത്? നിങ്ങൾക്ക് എന്താണ് ആ സമയത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, നിങ്ങളൊരു സ്കൂളിൽ വർക്ക് ചെയ്യാണെന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യാം. പാരന്റ്സിന്റെ മീറ്റിംഗ് വെച്ചിരിക്കുന്നു. പാരന്റ്സിന് ഒരു ക്ലാസ് കൊടുക്കണം. ഏത് ടോപ്പിക് റിലേറ്റഡ് നിങ്ങൾ ക്ലാസ് കൊടുക്കും? ഓടിപ്പോയി പാരന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ചെയ്യുന്നതിനേക്കാളും ഏത് ക്ലാസ്സിലെ കുട്ടികളുടെ പാരന്റ്സ് ആണ് വരുന്നത്, അപ്പൊ എങ്ങനെയുള്ള ക്ലാസ് വേണം നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത്, അല്ലാതെ ഗൂഗിളിനോട് ചോദിച്ചിട്ടോ ആരോടും ചോദിച്ചിട്ടല്ല എഴുതേണ്ടത് കേട്ടോ. അപ്പൊ അത് നോക്കുക. കാരണം നമ്മളൊന്ന് നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, മാർക്കിന് വേണ്ടിയിട്ടല്ല. അതുകൂടെ ഓർക്കുക. പിന്നെ ഒരു കോഴ്സ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിന് ചില ക്രൈറ്റീരിയസ് വേണം. അതിന് വേണ്ടിയിട്ട് കൂടി തന്നെയാണ് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. കാരണം ഈസി ആയിട്ട് മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും വാങ്ങാന്നുള്ളതല്ലല്ലോ. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ അച്ചീവ്മെന്റ് എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നണം. അങ്ങനെ ഒരു ക്രൈറ്റീരിയൻ കൂടിയാണ് ഇത് വരുന്നത്. ഓക്കെ, ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്തതാണ്. അതേസമയം സുഖമില്ല എന്ന് പറയുന്നവരെ അവർക്ക് ഞാനൊരു കൺസേൺ കൊടുക്കും കേട്ടോ. കാരണം ഫിസിക്കലി അവർ ഭയങ്കരമായി ബുദ്ധിമുട്ടുന്നു, അങ്ങനെയൊക്കെ വരുന്നവർക്ക് നല്ലൊരു കൺസേൺ കൊടുക്കാറുണ്ട്. അതേസമയം കുഞ്ഞുണ്ട്, വീട്ടില് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു ദിവസം ഒരു 30 മിനിറ്റ്സ് മാറ്റി വെക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് പറ്റും. നോക്കൂ, അല്ലെങ്കിൽ നമ്മൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്തുകൊണ്ട് കാരണം അങ്ങനെ ഒരു ഫീല് പല ബാച്ചുകളിലുണ്ടെന്ന് തോന്നുന്നു. കാരണം വൈവയ്ക്ക് വന്ന ആൾ അറിഞ്ഞിട്ടില്ല മെയിൻ എക്സാം നടന്നത്. എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ വൈവ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മെയിൻ എക്സാം കഴിഞ്ഞത് ആൾ അറിഞ്ഞിട്ടില്ല, എക്സാം അറ്റൻഡ് ചെയ്തില്ല. ആള് വിചാരിച്ചത് ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് ഫീസ് അങ്ങ് അടച്ചടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും, ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് എവിടെയെങ്കിലും ജോലിക്ക് കയറാം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു ആൾക്ക്. പിന്നെയാണ് അറിയുന്നത് പരീക്ഷ എഴുതണം, വൈവ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് എന്താന്ന് വൈവ എന്നൊന്നും മനസ്സിലാകാണ്ടാണ് വന്നത്. പരീക്ഷ എഴുതി കഴിയണം, എന്നാൽ മാത്രമാണ് മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്നുള്ളത് മനസ്സിലായത് പിന്നീടാണ്. അപ്പൊ അതൊന്ന് ഞാനൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. കാരണം ഇപ്പൊ ഒരു 4 ബാച്ചിന്റെ വൈവ കഴിഞ്ഞു. ഓരോ ബാച്ചിനും കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് പുതിയ പുതിയ ബാച്ചുകളിലേക്ക് ഞാനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. സോ പ്ലീസ് യൂസ് യുവർ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം. ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈക്ക് ഹെയിൽ സ്റ്റോൺസ്. ആലിപ്പഴം പോലെയാണ് അവസരങ്ങൾ, എപ്പോഴും നമുക്ക് കിട്ടില്ല. ഓക്കെ, നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലേ? യെസ് പ്ലീസ്. അതല്ലേ ഈ വൈവയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പോ ഓൺലൈൻ ആയിട്ട് നടത്തുമ്പോ എല്ലാവർക്കും ഒരുമിച്ചായിരിക്കില്ലല്ലോ? ഇല്ലല്ല, 1 to 1 ആണ്. അപ്പോ നമുക്ക് സമയം പറഞ്ഞിട്ടുണ്ടാവും, ഇത്ര തൊട്ട് ഇത്ര പേര് വരെ ഈ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടാവോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഏകദേശം എത്ര നേരം ഉണ്ടാവും? 10 minutes. അത്ര ഉണ്ടാവുള്ളൂ? ഓക്കെ, ഒരു ഡൗട്ട്. 1 minute വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് കാര്യം പിടികിട്ടും. വൈവയില് മീൻസ് എത്രത്തോളം കോഴ്സിനെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട്, എത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകാറുണ്ട്. പക്ഷെ വീഡിയോ ഓൺ ചെയ്യണം. വൈവ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെയാണോ, അതോ നമ്മള് ചെയ്ത കാര്യങ്ങളൊക്കെയാണോ? അതെന്താ പ്രാക്ടിക്കൽ സെഷൻ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു PDF ഷെയർ ചെയ്തിട്ടില്ല. നിങ്ങളുടെ സബ്ജക്റ്റിന്റെ സ്പ്ലിറ്റപ്പ് നിങ്ങൾ സബ്ജക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. തിയറി അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെഷനും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിനും മെയിൻ എക്സാമിന് 100 മാർക്സ് ആണ്. അപ്പൊ ഡിപ്ലോമയ്ക്കും PGക്കും കൂടെ കോമൺ ആയിട്ട് 7 സബ്ജക്ട്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഇംഗ്ലീഷ്. അതായത് മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം കൂടെ ചേരുമ്പോൾ 7 സബ്ജക്റ്റ് ആണ്. മോഡ്യൂൾ 2 ആണ് 7th സബ്ജക്ട്. ബാക്കി 6 സബ്ജക്റ്റിനെ മോഡ്യൂൾ 1നെ ഡിവൈഡ് ചെയ്താണ് 6 സബ്ജക്റ്റ് ആക്കിയിരിക്കുന്നത്. അതിൽ പാർട്ട് 1ഉം പാർട്ട് 4ഉം ഒരു സബ്ജക്റ്റും, പാർട്ട് 2വിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 സബ്ജക്റ്റ്, അതുപോലെ തന്നെ പാർട്ട് 3നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 സബ്ജക്റ്റ്. നമുക്ക് അവിടെ 6 സബ്ജക്റ്റ് മോഡ്യൂൾ 1ൽ വരും. മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ്. അങ്ങനെ 7 സബ്ജക്റ്റ് ആണ് ഡിപ്ലോമയ്ക്കും PGക്കും ഒരുമിച്ചുള്ളത്. ഓക്കെ, ഇനി
PGക്കാർക്ക് എക്സ്ട്രാ 2 സബ്ജക്റ്റും കൂടി ഉണ്ട്, മോഡ്യൂൾ 4ഉം മോഡ്യൂൾ 5ഉം. ആ എക്സ്ട്രാ 2 സബ്ജക്റ്റ്, അപ്പൊ അവർക്ക് സബ്ജക്റ്റ് 7+2 ആകും 9. പിന്നെ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് പ്രാക്ടിക്കൽസ് ആണ്, മോണ്ടിസോറി അപ്പാരറ്റസ് പ്രാക്ടിക്കൽസ് ആണ്. അത് എക്സാംസ് ഒന്നുമില്ല, റിട്ടേൺ എക്സാം ഒന്നുമില്ല, അത് പ്രാക്ടിക്കൽസ് ആണ്. അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വൈവയിൽ വരും. അതിന് മാത്രമായിട്ട്, അതായത് മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ട്, അതിന് മാത്രമായിട്ട് 100 മാർക്ക്. പിന്നെ നമ്മള് കോഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ ടീച്ചിങ് പ്രാക്ടീസിന് പോകണം എന്നാണ്. ബട്ട് ചിലർക്കൊന്നും ചില പല പല പ്രശ്നങ്ങൾ കാരണം ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റാറില്ല. സോ ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ എന്നും പറഞ്ഞ് 100 മാർക്സ് ഉണ്ട്. അതിപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോയവരോട് പോയത് റിലേറ്റഡ് കാര്യങ്ങൾ ചോദിക്കും, പോകാത്തവരോട് ചെറിയ രീതിയിൽ അവർക്കൊരു വെർച്വൽ പ്ലാറ്റ്ഫോം നൽകും. നിങ്ങൾ ഒരു സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോവുകയാണ്, അല്ലെങ്കിൽ ജോലി കിട്ടി, KG കുട്ടികളാണ്, നിങ്ങൾ എന്ത് ആക്ടിവിറ്റി അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ അവരെ ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിക്കുന്ന രീതിയിൽ ഒരു റൈം അല്ലെങ്കിൽ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. പ്ലസ് വൈവ എന്നാണ് ആ ഒരു 100 മാർക്കിന്റെ സെഷനിൽ ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവയാണ്. വൈവ എന്ന് അതെന്ന് പറഞ്ഞാൽ ഓവറോൾ പെർഫോമൻസ്. അപ്പൊ 100-ലെ 50 മാർക്സ്. യെസ്, ആ സമയത്താണോ വൈവയുടെ സമയത്ത് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം റെഡിയാകും, അത് കാണിക്കുകയാണ്. അങ്ങനെയാണ്. റെക്കോർഡ് എഴുതാനായിട്ട് തന്നിട്ടുണ്ടാവും, 5 റെക്കോർഡും കംപ്ലീറ്റ് ചെയ്യണം. ഒരു റെക്കോർഡിന് 20 മാർക്സ് വെച്ചിട്ടാണ്, അങ്ങനെ 5 റെക്കോർഡിനും കൂടി 100 മാർക്സ് വരും. പിന്നെ അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട് തന്നെ നിങ്ങൾ ഒരു സർവേ ചെയ്യാനുണ്ട്. സർവേ ആണ് റിപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അസൈൻമെന്റ്സിന് എല്ലാത്തിനും കൂടെ 50 മാർക്സും ഈ സർവേക്ക് 50 ആണ് കൊടുക്കുന്നത്. ഇനി പലരും പലതും ചെയ്യാതെയൊക്കെ വരും. അപ്പൊ ആ സമയത്താണ് ചെയ്യാത്ത അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അവരോട് ചോദിക്കുക. അവർക്ക് അറിയാമെങ്കിൽ അവരത് പ്രസന്റ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് മാർക്ക് കൊടുക്കും. പക്ഷെ അത് ഒട്ടും സബ്മിറ്റ് ചെയ്തവരെക്കാളും കൂടുതലായിരിക്കില്ല, കുറവായിരിക്കും. സബ്മിറ്റ് ചെയ്യുന്നവർക്ക് അതിന്റെ ഒരു വെയിറ്റേജ് ഉണ്ടാവും. പിന്നെ നമ്മൾ ടീച്ചിങ് എയ്ഡ്സ്, ടീച്ചിങ് മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുണ്ട്. അതില് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ചില മെറ്റീരിയൽസ് ഉണ്ട്. അതായത് നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. അത് എല്ലാവരോടും എന്തായാലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ്, ആർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാമോ, അത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ടീച്ചേഴ്സ് ചിലത് പറയും, അത് പ്ലസ് എക്സ്ട്രാ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് ഉണ്ടാക്കാം, നോ പ്രോബ്ലം. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ളത് ചെയ്യാതെ അല്ലാത്ത പലതും ചെയ്തിട്ട് വരുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുകയോ ചെയ്യുകയാണ്, അതിനൊന്നും അധികം മാർക്ക് തരില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ഇമാജിനേഷനുമാണ് ടീച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഈ എന്താ പറയാ, യെസ്, ഞാൻ ഒരു കാര്യം മിസ്സിനോട് പറയാൻ വേണ്ടിയിട്ടാണ്, ഞാൻ പറയണോന്നിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു അത്ര നേരം. അപ്പോൾ എനിക്ക് തീരെ അത് പറയാതിരിക്കാൻ വയ്ക്കുന്നില്ലാത്തോണ്ട് പറയാം. അപ്പം ഞാന് ഇന്നലെ ഒരു ആക്ടിവിറ്റി മിസ് തന്നത് ഞാൻ ചെയ്തു. അപ്പം ഞാൻ അറിഞ്ഞിട്ടില്ല മിസ്, അങ്ങനെ ഒരു ആക്ടിവിറ്റി മുന്നൊരു കുട്ടി ആ സെയിം ആക്ടിവിറ്റി മറ്റേ എന്താണ് ഹാൻഡ് വാഷ് ടെക്നിക്സിന്റെ ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റി മുന്നൊരാൾ ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, ദൈവസത്യമായിട്ടും ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പം ഹാൻഡ് വാഷ് ടെക്നിക്സിന്റെ കുറെ പിക്ചേഴ്സ് ഞാൻ കണ്ടു. ഓക്കെ, അപ്പൊ ഞാന് അതിൽ നിന്ന് എനിക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നിയ ഒരു പിക്ചർ ഞാൻ സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് അത് നോക്കി ഞാൻ വരച്ചു മിസ്. എന്താ പ്രോബ്ലം, എന്താ പ്രശ്നം, വരച്ചോളൂ, നോ പ്രോബ്ലം. എന്റെ പ്രശ്നം എന്താ? പ്രശ്നം ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി, തിരിച്ചു വന്ന് നോക്കിയപ്പോ എന്റെ ഫോണിൽ മെസ്സേജ്, ഞാൻ വരച്ചു വെച്ചത് അതേ ആക്ടിവിറ്റി എടുത്ത് വരച്ചു, നിനക്ക് കോപ്പി അടിക്കാൻ. എന്തിനാ കോപ്പി അടിച്ചേ, മാറ്റി വേറെ വരയ്ക്കായിരുന്നില്ലേ, വേറെ എന്തൊക്കെ ഫോട്ടോസ് ഗൂഗിളിലുണ്ട് എന്നൊക്കെ ചോദിച്ച്. അപ്പോഴാ ഞാൻ അറിയുന്നത് ഞാൻ ആ കുട്ടി വരച്ചതാണെന്നോ ഒന്നും അറിഞ്ഞിട്ടല്ല ഞാനത് വരച്ചത്. അപ്പോ രമ്യ എന്നാണോ പേര്? വരച്ചത് രമ്യ ഗ്രൂപ്പില് ഇട്ടോ? ഇട്ടു. ഞാൻ വരച്ചപ്പോ എനിക്ക് തോന്നി നന്നായിട്ട് ഞാൻ വരയ്ക്കാൻ കഴിവുള്ള ഒരാളെന്നല്ല. അപ്പൊ വരച്ചത് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയപ്പോ ഞാൻ ഇട്ടതാ. ഞാനത്
കോപ്പി അടിച്ചിട്ടതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കുട്ടി ഗൂഗിളിൽ നിന്ന് നോക്കി എടുത്തതായിരിക്കും, എന്നിട്ട് ഇട്ടുണ്ടാവും. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മേപ്പോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ആ കുട്ടി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് ഇടുന്ന നിമിഷം, ആ കുട്ടി എനിക്ക് മെസ്സേജ് ഇടുന്ന നിമിഷം വരെ ഞാൻ അറിഞ്ഞിട്ടില്ല ആ കുട്ടി അങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ടെന്ന്. പക്ഷെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല കാര്യല്ലേ, അത് കോപ്പി അടിയില്ലല്ലോ. ഞാൻ ചെയ്തിട്ടില്ല മാഡം. കോപ്പി അടിക്കാത്തൊരു കാര്യം കോപ്പി ഫീലിങ്സ്, നോ പ്രോബ്ലം, നോ വറീസ്. ഓക്കെ, വന്ന വിഷമം വെന്റിലേറ്റ് ചെയ്തു, ഇപ്പൊ ഒരു സമാധാനമായില്ലേ പറഞ്ഞപ്പോ? ഞാൻ ചോദിച്ചു, ഞാന് മിസ്സിന്റെ പേഴ്സണൽ നമ്പർ കിട്ടുമോന്ന് അന്വേഷിച്ചു, പക്ഷെ അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്പർ ഇല്ല, ആ നമ്പർ എടുത്തു. അപ്പോ എന്നോട് പറഞ്ഞു മിസ്സിന്റെ പേഴ്സണൽ നമ്പർ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല എന്ന് പറഞ്ഞ് എനിക്ക് മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിച്ചിട്ട് പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ എല്ലാ മെസ്സേജ് ഇതൊന്നും നിങ്ങൾക്ക് തന്നു എന്ന് ഞാൻ വിചാരിച്ചു, എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഓക്കെ, അത്ര ഫീലായി മാം. ഞാൻ ബി.എഡ് ഒക്കെ ഞാൻ PG കഴിഞ്ഞ് B.Edഉം കഴിഞ്ഞ മോണ്ടിസോറി എടുത്തത് എനിക്ക് ഇഷ്ടം കൊണ്ട് എടുത്തതാ ഞാൻ. പിന്നെ ഈ മാം പറഞ്ഞ മാതിരി കുഞ്ഞു മക്കളാണ്, അവരെന്നെ അടുത്ത വർഷം സ്കൂളിൽ വിടാൻ പറ്റൂ. അപ്പൊ അതുവരെ അവരെന്നെ വിട്ടിട്ട് എനിക്ക് പോവാൻ പറ്റുന്ന സാഹചര്യമല്ല. ഓൺലൈൻ എടുത്തത് എനിക്ക് അബദ്ധമായിട്ട് തോന്നാ ഇപ്പോ. കാരണം എന്താ വെച്ചാ, നമുക്ക് ആരെയും അറിയുന്നവരല്ല, ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡാ. നമ്മൾ ഇന്ന പേഴ്സണലായി അറിയുന്ന ഒരാളും ഇങ്ങനെ പറയില്ല. എന്നെ അറിയാത്ത ഞാന് B.Edന് 2 മാസത്തെ ടീച്ചിങ് പ്രാക്ടീസിന് ദിവസേന ടീച്ചിങ് എയ്ഡ്സ് പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോയി ക്ലാസ് എടുത്തിരുന്ന ആളാ ഞാൻ. അവിടെ ടീച്ചിങ് പ്രാക്ടീസിന് വന്നവര് ഡെയിലി ഒന്നും ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടായി കൊണ്ടുവരായിരുന്നില്ല. ഞാൻ എല്ലാ ദിവസവും ടീച്ചിങ് എയ്ഡ്സ് കൊണ്ടുപോയിട്ടുണ്ട്. അത് ആ സ്കൂളിലുള്ള ടീച്ചേഴ്സിനൊക്കെ അറിയാം. ഞാൻ എന്ത് ചെയ്യുന്ന ആത്മാർത്ഥതയോടെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ആരെയും കോപ്പി അടിച്ചിട്ടില്ല മിസ്. എനിക്ക് കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല. കാരണം കോപ്പി അടിക്കുന്ന എന്തിനാ, നമുക്കറിയാതെ. എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ മിണ്ടായിരിക്കുള്ളൂ. അത്ര പോലും ഞാൻ വേറൊരാളെ നോക്കി എഴുതാൻ ഇതുവരെ, ഈ നിമിഷം വരെ, ഇത്രയും വയസ്സ് വരെ ഞാൻ ശ്രമിച്ചിട്ടില്ല. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. എനിക്ക് അതിന്റെ മനസ്സിന്ന് പോകുന്നില്ല മിസ്സെ. കോപ്പി അടിച്ചു ആ ഒരു സെന്റൻസ്. നേരെ മറിച്ച് ആ കുട്ടി എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് പറയാണ്, ചേച്ചി നിനക്ക് പ്രായം കുറവാന്ന എന്റെ വിശ്വാസം, ചേച്ചി ഞാൻ ഇട്ടതാണല്ലോ ചേച്ചി ഇട്ടതെന്നോ, അതല്ലെങ്കിൽ അയ്യോ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് ആണ് ഇട്ടിരുന്നെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത് ഗ്രൂപ്പിൽ പിൻ ചെയ്ത് വെക്കായിരുന്നു, ഞാൻ ഇന്ന അസൈൻമെന്റ് ഇട്ടിട്ടുണ്ട്, അല്ല ഇന്ന ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്, ഇത് ഇനി ആരും ചെയ്യല്ലേ എന്ന് എന്തേലും പറഞ്ഞിട്ട് അപ്പൊ പിൻ ചെയ്തെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിരുന്നേനെ. ഞാൻ അതൊന്നും അങ്ങനെ ഒരു സംഗതിയെ കണ്ടിട്ടില്ല. അപ്പോ എത്രത്തോളം പിന്നെ 2-3 പേരെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് പറഞ്ഞു, നീ ബോധേഡ് ആവണ്ട, സാരല്ലേ വിട്ട്. പക്ഷെ വിട്ടുകള ഇനി മനസ്സിന്റെ ഉള്ളിൽ ഈ കോപ്പി അടിച്ചു ആ ഒരു വേർഡ് ഇങ്ങനെ കിടന്ന് ഇതാവുക. എനിക്ക് അത് എന്റെ മനസ്സിന്ന് പോണില്ല. ഇപ്പൊ മിസ് ഇത് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഇത് മിസ്സിനോട് പറയില്ലായിരുന്നു. അപ്പൊ മിസ് ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ അവസരം തന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. എനിക്ക് സത്യം പറഞ്ഞ തീരെ സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ വേർഡ് ഞാൻ കേൾക്കേണ്ടി വന്നത് കൊണ്ട്. ചെയ്യാത്ത കാര്യം മിസ്. അപ്പൊ ആ കുട്ടി പറഞ്ഞ, ആ കുട്ടിയുടെ വൈവേന അത് ബാധിക്കുന്നു. ആ പറഞ്ഞ കുട്ടി, ആ കുട്ടി എന്നോട് പറഞ്ഞ ആ കുട്ടിയുടെ പേര് ഇനിയിപ്പൊ എനിക്ക് പറയാൻ പാടോ അറിയില്ല. ഇപ്പൊ അത് വേറെ വിഷയവും. എനിക്ക് ഇനി ഇത് ഞാന് ബട്ട് നിങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ കോഴ്സ്. അത് മനസ്സിലാകാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് 2 പേർക്കും ഈ ഫീലിങ്സ് വന്നത്. എനിക്ക് ഇത് എന്റെ സ്വന്തമാണെന്ന് ഫീല് വന്നത് കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ കാര്യം ഷെയർ ചെയ്തു. We can understand your feelings and I am respecting your feelings. Okay. പിന്നെ മറ്റേ കുട്ടി, I am also respecting her. ആള് വളരെ എന്താ പറയാ, ഞാനിത് ചെയ്തു, അത് എല്ലാരെയും ഒന്ന് ഷെയർ ചെയ്യാനുള്ള മെന്റാലിറ്റി, ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾക്കൊരു റെഫറൻസ് ആണ്, അഥവാ അത് നോക്കി. പിന്നെ മാം ഞാൻ അയാളോട് ചോദിച്ചിട്ടില്ല, എനിക്കൊന്ന് അയച്ചു തരുമോ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ അയാള് കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സംഗതി ആണെങ്കിൽ അത് അയാൾക്ക് പറയാം. നേരെ മറിച്ച് ഗൂഗിൾ നോക്കി എല്ലാവർക്കും ഒന്ന് തന്നെയല്ലേ മാം കാണാം. അപ്പൊ ഞാൻ അയാള് കണ്ട സംഗതി ഞാനും കണ്ടു കാണും, വേറൊരാളും കണ്ടു കാണും. ഞാനിത് ഗ്രൂപ്പിൽ ഇട്ടത് കൊണ്ട് അവൾക്ക് മനസ്സിലായി ഞാനും ഇതാ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത് ഗ്രൂപ്പിൽ ഇട്ടില്ലെങ്കിൽ അവൾ അറിയോ ഞാൻ ഇതാ ചെയ്തിരിക്കുന്നതെന്ന്?
അല്ല രമ്യക്ക് ഇത് ഗ്രൂപ്പിൽ ഇടേണ്ട ആവശ്യമുണ്ട്. അല്ല അങ്ങനെയല്ല, ഇപ്പൊ കോപ്പി അടിച്ചു എന്നാണെങ്കിൽ ഗ്രൂപ്പിലിടാതെ നമ്മള് സൂക്ഷിച്ചു വെക്കില്ലായിരുന്നോ? കോപ്പി അടിച്ച ഒരാള് ആരെയും കാണിക്കാതെ. സീരിയസ്ലി മാഡം, ഞാൻ മനസ്സിലൂടെ ചിന്തിക്കാത്തൊരു കാര്യം പറഞ്ഞപ്പോ എനിക്കത് തീരെ താങ്ങാൻ പറ്റുന്നില്ല മാഡം. ഒരിക്കലും വൈവേ ഇത് ബാധിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരോടും ഒരേ ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളുടേതായ രീതിയിൽ നമ്മൾ ചെയ്യുന്നു. ചിലത് നമുക്ക് ഗൂഗിൾ റെഫർ ചെയ്ത് തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? അങ്ങനെ ഇപ്പൊ ഇമ്മ്യൂണൈസേഷന്റെ ചാർട്ട് നമ്മൾ പലരും പല രീതിയിൽ ചെയ്തു വെക്കുവോ? ബർത്തിലല്ലേ BCG കൊടുക്കുന്നത്, അല്ലാണ്ട് ഒരു വയസ്സിൽ BCG എഴുതി ആരെങ്കിലും വെക്കൂ? എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കും ആ ടൈം പീരീഡ്, അല്ലെ? അപ്പൊ ഇന്ന് ചിലത് ചെയ്തത് ഇന്നോവേറ്റീവ് ആയിട്ട് ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാല്, ബർത്ത് എന്ന് പറഞ്ഞപ്പോ വരയ്ക്കാൻ അറിയുന്നവര് കുഞ്ഞിനെ ഇങ്ങനെ കിടക്കുന്ന പ്രായം, പിന്നെ ഇരിക്കുന്ന പ്രായം, അങ്ങനെയൊക്കെ വരച്ച് 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 ഓരോ ഏജിൽ കാണിച്ചിട്ടുണ്ട്. അത് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി. പക്ഷെ എന്ന് കരുതി അതിന്റെ കണ്ടന്റ് മാറില്ലല്ലോ. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് എല്ലാം ഒരുപോലെ തന്നെയല്ലേ ഇരിക്കുള്ളൂ. പിന്നെ ഇത് രമ്യവും മറ്റേ ആളും ചെറിയ കുട്ടിയാന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ മോളും ഒരേ സാധനം. മറ്റേ ആളെന്ന് പറയണത് ഞാനാണ്. എന്റെ പേര് അഞ്ജന. ഓക്കെ അഞ്ജന, താങ്ക് യു സോ മച്ച്. ഓക്കെ, അല്ല ഞാനല്ല, രമ്യ എന്ന് പറയുന്ന ചേച്ചി പറയട്ടെ എന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ ആ ചേച്ചിനെ ഫീൽ ചെയ്യുന്നില്ല. പെട്ടെന്ന് ആ ഫോട്ടോ ഞാൻ അന്ന് ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് അതുപോലെ തന്നെ വരച്ചിട്ടപ്പോ എനിക്ക് നല്ലോണം ഫീൽ ചെയ്തു, അയ്യോ ഞാൻ വരച്ചത് വേറെ ആള് വരച്ചത്. അപ്പൊ ഞാനും MSc BEd കഴിഞ്ഞ വ്യക്തിയാണ് ഞാൻ. അപ്പൊ അത് കഴിഞ്ഞ് നമുക്കെന്ന് വെച്ചാൽ ചെയ്യുന്ന വർക്ക് അവിടെയൊക്കെ ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്കിനെ ബാധിക്കും. അത് BEdനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ മിസ്സുമാർ എപ്പോഴും പറയും നിങ്ങൾ റിപ്പീറ്റേഷൻ വരാതെ ശ്രദ്ധിക്കണം, അത് വൈവയ്ക്കാണെങ്കിലും മാർക്കിനാണെങ്കിലും ബാധിക്കും എന്ന് പറയും. അപ്പൊ ആ ഒരു ഫീലിങ്സ് ആണ് എനിക്ക് ഉണ്ടായുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ആ ചേച്ചിനെ എനിക്ക് നല്ലോണം ഹേർട്ടായി, പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. കണ്ടപ്പോ ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിങ്ങനെ പറഞ്ഞാണ് ഈ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് അവിടെ നിർത്തി എന്ന് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായി. പിന്നെ ആ ചേച്ചിക്ക് അത്രയും ഫീലിങ്സ് ചെയ്യുമ്പോഴത്തേന് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ ചെയ്ത അതേ വർക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. അത് ഗ്രൂപ്പിൽ ഇട്ടത് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത്. അതേപോലെ തന്നെ ചെയ്ത് കണ്ടപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. എന്റെ ഫീലിങ്സ് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു. അത്രമാത്രം ഞാൻ ചെയ്തോളൂ. അല്ലാതെ ചേച്ചി രമ്യ എന്ന ചേച്ചിനെ പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പ്രശ്നമില്ലല്ലോ, രണ്ടുപേരും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാനൊന്ന് പറയട്ടെ. BEd പോലെ മോണ്ടിസോറി മെത്തേഡ് അങ്ങനെയില്ല. മോണ്ടിസോറി മെത്തേഡിൽ വേറൊരു കാര്യമുണ്ട്, റെസിപ്രോക്കൽ ഹെൽപ്പ്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ എന്നെ ഇപ്പൊ അഞ്ജന ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒരു കാര്യത്തിൽ, എന്റെ മനസ്സിലത് ഓർമ്മയുണ്ട്. അപ്പൊ ആ തിരിച്ച് റിട്ടേൺ ഗിഫ്റ്റ് പോലെ എനിക്ക് ആ ഹെൽപ്പ് ആർക്കെങ്കിലും, അഞ്ജനയ്ക്ക് തന്നെ കൊടുക്കാൻ പറ്റിയ അത്രയ്ക്ക് സന്തോഷം. പക്ഷെ എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തപ്പോ നേടിയായിട്ടുള്ള ഒരാൾ അപ്പുറത്തുണ്ടെങ്കിൽ അയാൾക്ക് എനിക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ ഹെൽപ്പ് ചെയ്യണം. ആ ഒരു മെത്തേഡ് മോണ്ടിസോറി മെത്തേഡിലുണ്ട്. ഇവിടെ കോപ്പി അടിക്കുക അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. ആ ഒരു വേർഡാ മാം എനിക്ക് ഇത്ര ഹേർട്ടായത്. കോപ്പി അടിച്ചു എന്ന് അയാൾ പറഞ്ഞതാ എനിക്ക് ഹേർട്ടായത്. വേറെ ഇനി എന്തൊക്കെ പറഞ്ഞിരുന്നേലും എനിക്ക് കുഴപ്പമില്ല. ആ ഒരു സെന്റൻസ് അതെനിക്ക് അത്രയും ഫീലായി. സത്യം, കോപ്പി അടിക്കാന്ന് പറഞ്ഞാൽ അത് എങ്ങ എത്തിയത് മാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കോപ്പി ഇത്രയും വലിയ ബാഡ് വേർഡാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആണ് മോൾ, അത് മനസ്സിലാക്കണം. ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെയല്ല. കോപ്പി അല്ല, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കൊള്ളുന്ന ഒരു വേർഡ്, അത്രേ ഉള്ളൂ. ബാഡ് വേർഡ് എന്ന് വിചാരിക്കണ്ട കേട്ടോ. ബാഡ് അല്ല ഞാൻ ഉദ്ദേശിച്ച, ഉള്ളിൽ കൊള്ളുന്നു. അതാണ് ഓരോരുത്തരുടെ ഫീലിങ്സ് അനുസരിച്ച്. ഞാൻ പറയില്ലേ, നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് ഫീൽ ചെയ്യില്ലായിരിക്കും, പക്ഷെ കേൾക്കുന്നവർക്ക് അത് ഫീൽ ചെയ്യും. ഓക്കെ രമ്യ, അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആക്ച്വലി ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞതാണ്. ഞാൻ ആ ഒരു മീനിങ്ങാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ ഇതിന് ഇത്രയും വലിയ ഇതുണ്ടാവും എനിക്കറിയില്ലായിരുന്നു. കോപ്പി ക്യാച്ച് എന്നൊക്കെ പറയണല്ലോ, കോപ്പി ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതായിരിക്കും. പക്ഷെ അത് കേട്ടപ്പോ അത് ഫീൽ ആയി. പിന്നെ നമ്മളുടെ ഒരു മോണ്ടിസോറി മെത്തേഡിൽ നിങ്ങൾ അങ്ങനെ ഒരാള് ചെയ്ത പോലെ വേറൊരാള് ചെയ്തു എന്ന് വെച്ചിട്ട് അവിടെ മാർക്ക് പറയില്ല. കാരണം നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ മാർക്ക് കൊടുക്കും. അതേസമയം നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിച്ചു, വേറൊരു മോഡൽ നോക്കി ചെയ്തു, നോ പ്രോബ്ലം. നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ റിപ്ലിക്കയാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത്. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത് വെച്ച സാധനം അതേപോലെ നോക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പൊ അത് കോപ്പി അടിയാണോ? നെവർ. എക്സാമിന് നിങ്ങൾക്ക് കോപ്പി അടിക്കാൻ പറ്റുമോ? അതിനെപ്പറ്റി ചിന്തിക്കോ? കാരണം ദിസ് ഈസ് ഫോർ അസ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഗ്രോത്ത്, വൺ സെൽഫ്, നമ്മളെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ ആ കിട്ടുന്ന നോളജ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതേ എഡ്യൂക്കേഷൻ ഉള്ളൂ. അവിടെ സെൽഫിഷ്നെസ്സിന് സ്ഥാനമില്ല.
നമ്മൾക്കൊരു കാര്യം അറിയാമെങ്കിൽ വേറൊരാൾക്ക് അറിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഹെൽപ് ദം. അങ്ങനെ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ബി.എഡ് ഇറ്റ്സ് ഡിഫറെന്റ്. കാരണം അവിടെ വൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമാതിരി ഇതൊരു കോമ്പറ്റീഷൻ പോലെയാന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ വൈവ അങ്ങനെയല്ല. കാരണം ഈ ക്ലാസ്സിൽ വരുമ്പോ ഞാനൊരു കാര്യം പറയട്ടെ മാം. എന്തോ പറയും, ഇത് തന്നെയാണ് അല്ല അറിയാൻ വരുമോ? അല്ല പ്രശ്നമൊന്നുമില്ല. നമ്മളെല്ലാം ഇപ്പം +2 കഴിഞ്ഞ് കുറെ ഗ്യാപ്പെല്ലാം വന്നിട്ട് ഇതിലേക്ക് ചേരുന്നതാ. അപ്പൊ മ്യൂച്വൽ ഹെൽപ്പ് ഒക്കെ ഉണ്ടായാലാണ് ഇതിൽ തുടർന്ന് പോകാൻ പറ്റൂ എന്നെല്ലാം പറയും. അപ്പൊ കൂടുതലും നമ്മളെ ഇതില് പിന്നെ ഗ്രൂപ്പിലൊക്കെ വരുന്നത് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കുറേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസും കാര്യം നമ്മളെന്തെങ്കിലും ക്ലാസ് റെക്കോർഡോ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് കുറേ ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇത് തുടരണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് ഇങ്ങനെ വരുന്നത്. കുറേ ക്ലാസ് റെക്കോർഡ് ക്ലാസ് മടുത്തിട്ട് കുറച്ച് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആണ് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടായിന്. പിന്നെ കുറേ പെൻഡിങ്ങിലെല്ലാം ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് നോക്കുമ്പോൾ ഇങ്ങനത്തെ മെസ്സേജ് കാണുന്നതുള്ള. അപ്പൊ ഫസ്റ്റ് തന്നെ മാമൊക്കെ പറഞ്ഞു നിങ്ങളെ ഇത് എന്താ പറയാ എന്താ പിന്നെ ക്വാളിഫിക്കേഷൻ ഒന്നല്ല +2 കഴിഞ്ഞവർക്കും ഇത് ചേരാൻ കാരണം പരസ്പരം മ്യൂച്വൽ ഹെൽപ്പാണ്. അപ്പൊ ഞാനെല്ലാം കൂടുതലും ആരോടെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നും ഇംഗ്ലീഷായിട്ടും കുറെ കാര്യങ്ങളൊന്നും വലിയ ഇതായിട്ടൊന്നും അറിയില്ല. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടും ഗ്രൂപ്പ് നോക്കിയിട്ടും പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കും ഞാനൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക മാം. തീർച്ചയായിട്ടും. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു നമുക്ക് ഈ ബയോളജിയിലൊക്കെ അല്ലേ പടം വരയ്ക്കാൻ വരുന്നേ. സ്കിന്നിന്റെ ഞാൻ മലയാളമായിരുന്നു കേട്ടോ, ത്വക്കിന്റെ എന്താ സെല്ല് ടിഷ്യൂ അതൊക്കെയാ. എല്ലാരും ഒരുപോലെയല്ലേ വരച്ചു വെക്കുന്നേ. അത് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അതെങ്ങനെയാന്ന് അറിയൂ, അവർക്ക് ചില ഭാഗങ്ങളൊക്കെ മറന്നു പോകും. അപ്പൊ ഈ ഡയഗണലിൽ ചിലപ്പോ എന്റെ പേപ്പർ കാണാൻ പറ്റുമായിരിക്കും. അപ്പൊ അവരിങ്ങനെ എങ്ങി നോക്കിയിട്ട് അത് തന്നെയാ വരച്ചു വെക്കണത്. അത് കോപ്പിയുടെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അത് കോപ്പിയുടെയാണ്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്നത് അങ്ങനെ 30 പേരും വരയ്ക്കുന്നു അല്ലെങ്കിൽ 50 പേരും വരയ്ക്കുന്നു. അതിനെ പറ്റി ബോധറിയണ്ട. നിങ്ങൾ വൈവയെ കുറിച്ച് ഓർത്ത് യാതൊരു ടെൻഷനും വേണ്ട. വൈവ ഇസ് ആക്ച്വലി ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി നിങ്ങൾക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ടോ അതറിയാൻ വേണ്ടി മാത്രമാണ് വൈവ ചെയ്യിക്കുന്നത്. പിന്നെ ഈ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ അസൈൻമെന്റ്സ് ചെയ്യിക്കുന്നത് ഫോർ യുവർ ഗ്രോത്ത് ഓൺലി. പിന്നെ ഈ മെറ്റീരിയൽസ് ചെയ്യിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവരുമായിട്ട് ചേർന്നിട്ട് ചെയ്യുക. കാരണം അവരെ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു സന്ദർഭമാണ് അത്. ഓക്കെ. പിന്നെ ഞാൻ അങ്ങനെയാണ് മെസ്സേജ് ചെയ്തത്. നമ്മളുടെ ആൽഫബറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ മോള് നന്നായിട്ട് 6ാം ക്ലാസ്സിലാണ്. നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അന്നത്തെ ദിവസം ഫോൺ എടുത്ത് എപ്പോഴും ഫോണിലായിരിക്കും. ഇങ്ങനെ ഫ്രീ കിട്ടുന്ന ദിവസം ശനി ഞായർ ഫോൺ തൊടിക്കുള്ളൂ. അന്നത്തെ ദിവസം ഞായറാഴ്ച ഫുൾ എന്റെ കൂടെ ഇരുന്ന് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു. അപ്പൊ പിന്നത്തെ ദിവസം 1 2 3 ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് മെസ്സേജ് ഇട്ട് പറഞ്ഞേക്കുവാണ് എങ്ങനെയുണ്ട് മമ്മി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട് ചോദിച്ചു. വൈകുന്നേരം ആയപ്പോ ഇല്ല തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ, ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു മമ്മി. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ലെറ്റർ മാത്രം ഇത്ര പ്രശ്നം എന്ന് പറഞ്ഞു. പിന്നെ 1 2 3 ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നമുക്ക് ഇന്ന് വന്നിട്ട് പൊളിക്കാട്ടാന്ന് പറഞ്ഞു. കൂടുതൽ തരാമല്ലോ. ആകെ വൈവയ്ക്ക് 2-3 മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ നിർബന്ധം എന്നല്ല, അത് നിങ്ങൾ ചെയ്യണം എന്ന് പറയണം. വേറൊന്നും കൊണ്ടല്ല. ഓരോ ബാച്ചിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് ആണ് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സിന് കിട്ടുന്നത്. ഇത് സമയം എടുക്കുമായിരിക്കും. ഭയങ്കര ഫിനിഷിംഗ് ഒന്നും നമുക്ക് കിട്ടില്ലായിരിക്കും. ചിലർക്ക് നല്ല ഫിനിഷിങ്ങിന് കിട്ടിയിട്ടുമുണ്ട്. അതൊന്നും സാരമില്ല. നിങ്ങൾ അതിന് എഫേർട്ട് എടുത്തു നമുക്ക് മനസ്സിലായാൽ മതി. പിന്നെ പരസ്പരം ലൈക്ക് എന്താ പറയാ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടായത് ഞങ്ങളുടെ ട്രെയിനറിൽ നിന്നായിരുന്നു കേട്ടോ. ഞങ്ങള് തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞങ്ങളുടെ ട്രെയിനറും ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന എന്നേക്കാൾ കുറച്ച് ഏജുള്ള ആളുണ്ടായിരുന്നു. അവരുമായിട്ട് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. മാം ഇതിനായിട്ട് ഷൗട്ട് ചെയ്യുമായിരുന്നു. അതൊക്കെ നമ്മള് ഇങ്ങനെയാണോ? അത് ഞങ്ങളെക്കാളും യങ്ങായിരുന്നു ആ കുട്ടി. 23-24 ഇയേഴ്സ് എങ്ങാണ്ടേ ഉള്ളൂ ട്രെയിനർ, ഞങ്ങളുടെ ഫെസിലിറ്റേറ്റർ. ഓക്കെ. ഞങ്ങൾക്ക് 39, 37, 30+, 40+ ഉള്ളവരായിരുന്നു. ഇവിടെ ഇത്രയും ഇഷ്യൂ ഗ്രൂപ്പിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരാൾ വളരെ ആഗ്രഹത്തോടു കൂടി എന്നെയും കൂടി ഒന്ന് ആഡ് ചെയ്യാമോന്ന് ആഡ് ചെയ്തേക്കണേ. ഓക്കെ. പിന്നെ എന്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്തേക്കാം.
കരഞ്ഞോട്ടെ, ആ ഫീലിങ്സ് മുഴുവനും വെന്റിലേറ്റ് ചെയ്ത് പോകണം, പുറത്തേക്ക് പോകണം. ഈ ഒരു പ്ലാറ്റ്ഫോം കംഫർട്ടബിൾ ആണെന്ന് ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് രമ്യ അത് ഷെയർ ചെയ്തത്. സോ ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ആൻഡ് ഐ എം അപ്രീഷിയേറ്റിംഗ് അഞ്ജന ഓൾസോ. ആ ഒരു ബോൾഡ്നെസ്, ഞാനാണ് ആ ആളെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചില്ലേ. ഷീ ഈസ് അക്സെപ്റ്റിംഗ് ദാറ്റ് ഐ ഹാഡ് ഡൺ ദാറ്റ് ബട്ട് ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് അതൊരു പ്രശ്നമാവുമെന്ന് ഫീൽ ചെയ്ത് പറഞ്ഞതല്ല എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്തല്ലോ. സോ ഐ ആം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, ഇങ്ങനെ വേണം നമ്മള്. ലൈക്ക് നമ്മുടെ വീട്ടിലും നമ്മള് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറില്ലേ. നമ്മൾ അന്ന് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നൊന്നുമില്ലല്ലോ, അവിടെ തന്നെ വീണ്ടും അവരുമായിട്ട് എല്ലാം ഷെയർ ചെയ്ത് നമ്മൾ ജീവിക്കുകയല്ലേ. സോ പ്ലീസ് ആ ഒരു സ്പിരിറ്റിൽ ഒന്ന് എടുക്കൂ. പിന്നെ നിങ്ങൾ വൈവയെ കുറിച്ച് ഓർത്ത് പേടിക്കുകയേ വേണ്ട. ഈ ഒരു നിങ്ങളുടെ പേരും പ്രൊഫൈലും മാത്രമേ കാണുന്നുള്ളൂ ഞാൻ, അല്ലാണ്ട് നിങ്ങളെ ആരെയും ഞാൻ കാണുന്നില്ല. വല്ലപ്പോഴും എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോൾ ചിലര് മാത്രം വീഡിയോ ഓൺ ചെയ്ത് വരും, കാണുന്നുള്ളൂ. ആ വൈവ സമയത്ത് 10 minutes ഐ എം വെരി ഹാപ്പി. കാരണം എന്റെ മുന്നിൽ വീഡിയോ ഓൺ ചെയ്ത് എന്നോട് സംസാരിക്കാനായിട്ട് വരുമല്ലേ. അപ്പൊ അതാണ് ശരിക്കും എനിക്ക് എന്റെ ഒരു ഉദ്ദേശം അതേ ഉള്ളൂ കേട്ടോ. എനിക്ക് ആ 10 minute നിങ്ങളോടൊന്ന് പേഴ്സണലി സംസാരിക്കണം, അത്രേ ഉള്ളൂ. വൈവ നമ്മള് എല്ലാം ഇംഗ്ലീഷിലാണോ സംസാരിക്കുക? നിങ്ങളുടെ കംഫർട്ടബിൾ ലാംഗ്വേജ് എന്താണോ. ബട്ട് ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. വൈവയുടെ ടൈം എന്നല്ല, നമ്മളെ പഠിപ്പിക്കാൻ KG സെഷനിലെ കുട്ടികളെയല്ലേ നിങ്ങൾ പഠിക്കും. കുട്ടികളുടെ ഓരോ ഡെവലപ്മെന്റും ആ ഒരു ഫാസ്റ്റ് ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്ന ഏജ് ആണ് 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെ. ലാംഗ്വേജും നല്ല പോലെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലാംഗ്വേജ് തന്നെയല്ലേ നമുക്ക് ബേസ് ആയി പോകും. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് എന്താ വെച്ചാൽ എന്റെ മോള് LKG പഠിക്കുമ്പോൾ ഇവളെ പഠിപ്പിക്കാനായിട്ട് വന്നത് അവളുടെ ക്ലാസ് സിസ്റ്റർ ഒരു സിസ്റ്റർ ആയിരുന്നു. സിസ്റ്ററുടെ ലാംഗ്വേജ് നല്ലതായിരുന്നു. പക്ഷെ പ്രശ്നം എന്താ പറ്റിയെന്നറിയോ, സിസ്റ്റർക്ക് മേ ബി സിസ്റ്ററുടെ മാനറിസം ആണോ അതോ സിസ്റ്റർക്ക് അങ്ങനെയുള്ളതാണെന്ന് അറിയോ, സൈഡിലേക്ക് ചുണ്ട് പോടും സിസ്റ്റർ സംസാരിക്കുമ്പോൾ. ഞാൻ നോക്കുമ്പോ എന്റെ മോൾക്കും ആ LKG പോയി തുടങ്ങിയപ്പോഴേക്കും അവൾക്കും ഇതേ പ്രശ്നം. അവള് സംസാരിക്കുമ്പോൾ ചുണ്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് പോടിപ്പോകും. അപ്പം കുട്ടി സിസ്റ്ററെ റോൾ മോഡൽ ആക്കുന്നതാ. സിസ്റ്റർ സംസാരിക്കുന്ന പോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ എന്ത് മാനറിസവും അവർ ഫോളോ ചെയ്യും, നമ്മുടെ ലാംഗ്വേജ് ഫോളോ ചെയ്യും. അപ്പൊ നമ്മൾ നല്ല മലയാളം സംസാരിക്കണം, നല്ല ഇംഗ്ലീഷും ആയിരിക്കണം. സിമ്പിൾ ഇംഗ്ലീഷ് പോരെ KG സെഷനില്, ഭയങ്കര ഗ്രാമർ ഒന്നും വേണ്ടല്ലോ. അത് നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് ക്ലാസ് കിട്ടുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന്. മാക്സിമം അത് ഉപയോഗിക്കൂ കേട്ടോ. ആയിട്ട് പറയുന്നത് ലൈക്ക് അത് കേൾക്കുമ്പോ ഞാനും ഇതുപോലെ തന്നെയായിരുന്നു. കേൾക്കുമ്പോ നമ്മളത് ശരിക്കും ഇംഗ്ലീഷിന്റെ ഉദ്ദേശം അതേ ഉള്ളൂ, ഇമിറ്റേറ്റ് ചെയ്യുക. വേറൊരു ലാംഗ്വേജ് പോലെ ഭയങ്കര സാഹിത്യം എന്നുള്ളതൊന്നുമല്ല, ഇമിറ്റേറ്റ് ചെയ്യുക. ഒരാളുടെ ആക്സെന്റ് കേൾക്കുമ്പോൾ അതുപോലെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് പറയാം. നിങ്ങൾ കണ്ടിട്ടില്ലേ രമേഷ് പിഷാരടി ട്രംപിനെ പോലെ സംസാരിക്കുന്ന രമേഷ് പിഷാരടിക്ക് അത്ര ഇംഗ്ലീഷ് കണ്ടിട്ടാണോ? ട്രംപിന്റെ ആക്സെന്റ് ഇമിറ്റേറ്റ് ചെയ്യാ ചെയ്യുന്നത്. ഒരു സ്റ്റൈലിഷ് ആകാൻ വേണ്ടി ആരുടെയെങ്കിലും ആക്സെന്റ് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. അതൊക്കെ നല്ല കാര്യം, അതൊന്നും കോപ്പി അടിയല്ല. ഓക്കെ, സോ പ്ലീസ് ബി ഹാപ്പി, വെന്റിലേറ്റ് യുവർ ഫീലിംഗ്സ് രമ്യ, നോ പ്രോബ്ലം. അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോം ആണെന്ന് രമ്യക്ക് ഫീൽ ചെയ്തത് കൊണ്ടാണ് ആ ഒരു ഓപ്പൺനെസ് അല്ലെങ്കിൽ വൺനെസ് എന്ന് പറയില്ലേ, നമ്മളെല്ലാരും ഒരുമിച്ചാണെന്നുള്ളൊരു ഫീല് വന്നത് കൊണ്ട് രമ്യ അത് ഷെയർ ചെയ്തത്. ആൻഡ് അഞ്ജന, വെരി ഹാപ്പി ഫോർ യു ഫോർ യുവർ ബോൾഡ്നെസ്. ഓക്കെ, ഞാനാണ് എന്ന് പറഞ്ഞ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ വിളിച്ചിരുന്നില്ല, എനിക്കത് വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഓൾ ഓഫ് യു. ഇവിടെ കുറെ പോസിറ്റീവ് മെസ്സേജ് ഞാൻ കണ്ടു. നിങ്ങളെ രണ്ടുപേരോടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ മെസ്സേജുകൾ കണ്ടു. പിന്നെ എന്റെ നമ്പർ സേവ് ചെയ്യൂ. എനിക്ക് ആ ഒരു നമ്പറേ ഉള്ളൂ, ലൈക്ക് കോൾ ചെയ്യാനും വാട്സപ്പ് ചെയ്യാനും. ഞാൻ എപ്പോഴും കോൾ ചെയ്താൽ ഒരു പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റണമെന്നില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ക്ലാസ്സിലായിരിക്കും. ഇവിടെ ക്ലാസ്സിലൊക്കെ സമയത്ത് ഞാൻ പുറത്ത് സ്കൂളുകളിൽ പോവാറുണ്ട്. അപ്പൊ നിങ്ങൾ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഐ ക്യാൻ റെസ്പോണ്ട് ഈസിലി. ഇനി കോൾ ചെയ്യേണ്ടതാണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ കോൾ ബാക്ക് ചെയ്യും. ഓക്കെ, പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഇന്ന ആളാണ്, പേരും ഏത് ബാച്ചാണെന്നും കൂടി ഇടുവാണെങ്കിൽ സേവ് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. സോ ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ആപ്റ്റ് ടോപ്പിക് എന്ന് തന്നെ പറയാം. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എത്രത്തോളം ഞാൻ എടുത്തു എന്നറിയില്ല. അതിന്റെ കൂടെ ഞാൻ ഒരു അഡീഷണൽ ഒരു ടോപ്പിക്കും കൂടെ ആഡ് ചെയ്യുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കത് നമ്മളുടെ ടെക്സ്റ്റിലില്ല, ബട്ട് ഐ വിൽ ഗീവ് യു ദ PDF. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ്. മനസ്സിന് മുറിവേൽക്കുമ്പോൾ നമ്മൾ അത് എങ്ങനെ ഹീൽ ചെയ്യണം എന്നുള്ളത്. ഇറ്റ്സ് ട്രൂ ദാറ്റ് ആ മുറിവ് ഹീൽ ആവാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം, അല്ലേ? സമയമെടുക്കും. മുറിവ് ഹീലാവാൻ നല്ല പോലെ സമയമെടുക്കും.
ലൈക്ക് മനസ്സിന് മുറിവേക്കാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലതവണ മുറിവേറ്റവരുണ്ടാവും അല്ലെങ്കിൽ വീടിനടുത്തുനിന്ന് എണീറ്റ് യെസ് ഐ ക്യാൻ മാനേജ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം വരെ വന്നിട്ടുണ്ടാവും. നമുക്ക് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ നമ്മൾക്ക് പറ്റണം. അതാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ബാച്ചില് ഒരു കുട്ടിയുടെ ചേച്ചി മരിച്ചുപോയി. ആ കുട്ടി ഭയങ്കര ഡൗൺ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് തോന്നുന്നു 2 months എന്തോ കഴിഞ്ഞു. എവറി ഡേ ഷീസ് പുട്ടിങ് ദ സ്റ്റാറ്റസ്, ചേച്ചിയുടെ സ്റ്റാറ്റസ് ഇടുന്നത്. എന്നെ ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ചു, കുറേ മെസ്സേജ് അയച്ചു, ഫുൾ കരഞ്ഞുകൊണ്ടാ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇങ്ങനെയും കൂടെ പറഞ്ഞു, ആഡ് ചെയ്തു, മിസ്റ്റർ കാണുമ്പോൾ എനിക്ക് എന്റെ ചേച്ചിയെ ഓർമ്മ വരണേന്ന്. അപ്പൊ ലൈക്ക് അങ്ങനെ 2 മാസമായിട്ടും അതിൽ നിന്ന് ഒട്ടും ആൾക്ക് പുറത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. ഭയങ്കര വിഷമായിട്ട് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യണോ, കാരണം ചേച്ചിയുടെ നിർബന്ധം കൊണ്ടാണ് കോഴ്സിൽ ചേർന്നത്. ചേച്ചിയാണ് പഠിപ്പിക്കാനായിട്ട് ഉള്ള പേയ്മെന്റും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ചേച്ചിയായിരുന്നു. ബട്ട് സൂസൈഡ് ആയിരുന്നു. അങ്ങനെ ആള് മരിച്ചു. അപ്പൊ അങ്ങനെയുള്ള മരണവും കൂടെ ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. ചേച്ചിയുടെ കുട്ടികളെ നോക്കുന്നു, എല്ലാം കൂടെ വന്ന ആള് പറഞ്ഞു അടുത്ത ഏതെങ്കിലും ബാച്ചിലേക്ക്, പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പതുക്കെ മേക്കപ്പ് ചെയ്ത് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം എനിക്കിന്ന് വിളിക്കണം, സമയം നമുക്കൊരു ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റുമ്പോഴല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ മനസ്സിന് മുറിവേൽക്കാത്തവരാരും തന്നെ ഇല്ല. ഈവൻ ചിലപ്പോ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ചില ആക്ഷൻസ് തന്നെ നമുക്ക് ഭയങ്കര പെയിൻ ഉണ്ടാക്കും. നമ്മളുടെ ചില കാര്യങ്ങൾ അവർക്കും പെയിൻ ഉണ്ടാക്കും തിരിച്ച്. നമ്മള് കാരണം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടാവും, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോ ദൈവം എനിക്ക് അത് തരണേ ഇത് തരണേ എന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഞാൻ കാരണം ആർക്കും ഒരു വേദന ഉണ്ടാവില്ലേ എന്നുള്ളത് അറിഞ്ഞോ അറിയാതെ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാനുള്ളൊരു അവസരം ഞാൻ തരണേന്നോ അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറ്. ലൈക്ക് കാരണം ഈ മനസ്സിന്റെ വേദന എന്നുള്ളത് മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് അത് നമ്മള് ചിലപ്പോ അതിലൂടെ ഭയങ്കരമായിട്ട് കടന്നു പോകുമ്പോ ചിന്തിക്കും, ഈശ്വര ഇതുപോലെ വേദന അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഫസ്റ്റ് ലെസൺസിലൊക്കെ പറഞ്ഞു വന്നു. അതായത് WHO തന്നെ പറഞ്ഞു, ഫിസിക്കൽ മെന്റൽ സോഷ്യൽ ഹെൽത്തിന്റെ ബാലൻസ് ആണ് ഒരു ആള് ഹെൽത്തി എന്ന് പറയുന്നത്. ഒരാൾക്ക് ഹെൽത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾക്ക് ശാരീരികമായ ആരോഗ്യം മാത്രമല്ല, ശാരീരികം, മാനസികം, സാമൂഹികം, സോഷ്യലി അയാൾ എത്രത്തോളം ആക്സെപ്റ്റബിൾ ആണ്, അയാൾ സോഷ്യലൈസ് ചെയ്യുന്നുണ്ടോ, ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ ആളുകളോട്, അയാൾ സൊസൈറ്റിക്ക് വേണ്ടി എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, സൊസൈറ്റിക്ക് നോയ്സൻസ് ഉണ്ടാക്കുന്ന ആളാണ്. അതൊക്കെയാണ് ആ സോഷ്യൽ ഹെൽത്തിൽ വരുന്നത്. സൊസൈറ്റിക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലെ. നമ്മളുടെ നേച്ചർ, വി ആർ ടേക്കിംഗ് എവറിത്തിങ് ഫ്രം നേച്ചർ. നമ്മൾ നേച്ചറിൽ നിന്ന് എല്ലാം എടുക്കുന്നു, വാട്ടർ സോഴ്സസ് ആയിട്ടും പിന്നെ ഫുഡ്, അങ്ങനെ എന്തും, ഷെൽട്ടർ, വീട് പണിയുന്നു. നമ്മൾ ഈ ഭൂമിയിലല്ലേ വീട് വെക്കുന്നത്. പക്ഷെ തിരിച്ചെന്ത് കൊടുക്കണം എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കാറില്ല. APJ അബ്ദുൽ കലാം ഒരു പ്രാവശ്യം എറണാകുളത്ത് വന്ന സമയത്ത് അദ്ദേഹത്തിന് മിക്കപ്പോഴും അങ്ങനെയാണല്ലോ, ആരെങ്കിലും വരുമ്പോഴേക്കും പെട്ടെന്ന് റോഡ് നന്നാക്കലൊക്കെയാ. അങ്ങനെ റോഡ് നന്നാക്കുന്നതിന്റെ ഭാഗമായിട്ട് റോഡിന്റെ സൈഡിൽ നിന്ന് മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. അദ്ദേഹം വന്ന് പറഞ്ഞു, ഒന്നിന് പകരം 10 നിങ്ങൾ മിനിമം വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞു സ്ട്രിക്റ്റ് ഓർഡർ ഇറക്കി. അതാണ് ആ നേച്ചറിൽ ഉണ്ടായിരുന്ന ഒരു റിസോഴ്സിനെ നമ്മൾ നശിപ്പിക്കുന്നു, തിരിച്ച് നമ്മൾ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ ഒരു സൊസൈറ്റിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റും, അതാണ് എന്റെ സോഷ്യൽ ഹെൽത്ത് റിലേറ്റഡ്. ഞാൻ കാരണം വേറൊരാൾക്ക് ന്യൂസൻസ് ഉണ്ടാകുന്നുണ്ടോ, സോ എന്റെ സോഷ്യൽ ഹെൽത്ത് ഞാൻ നന്നാക്കണം. ന്യൂസൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ സോഷ്യൽ ആക്ച്വലൈസേഷൻ അല്ലെ, സോഷ്യൽ കോഹിറൻസ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. നമ്മൾക്ക് സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പൊ മെന്റൽ ഹെൽത്തിന്റെ കാര്യം ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ എവിടെ വരെ? മിസ് ആ ചാപ്റ്റർ തീർന്നു, കഴിഞ്ഞ ക്ലാസ് മിസ് തീർത്തായിരുന്നു. ഓക്കെ, PFA ഞാൻ പറഞ്ഞു തന്നായിരുന്നു. സൈക്കോളജിക്കൽ ഇല്ല ഇല്ല അല്ലെ? ഓക്കെ. PFAയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഫുൾ മിസ് പറയാൻ തീർത്തിട്ടാ കഴിഞ്ഞ ക്ലാസ്സിൽ പോയത്. ഓക്കെ, അപ്പൊ PFA ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. കാരണം അത് എക്സ്ട്രാ ഒരു ടോപ്പിക് ഞാൻ തരുന്ന. കാരണം എനിക്ക് തോന്നി മെന്റൽ ഹെൽത്ത് തരുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ചാപ്റ്റർ എടുത്തിട്ടുണ്ടാവും ടീച്ചർമാര്. ശരീരത്തിൽ മുറിവ് പറ്റുന്നതും പൊള്ളുന്നതും
മുങ്ങി താഴാൻ പോകുമ്പോഴും CPR കൊടുക്കുന്ന കാര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. സ്നേക്ക് ബൈറ്റ് വന്ന് എന്ത് ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. കാരണം സ്കൂളിൽ കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പല രീതിയിലുള്ള വൂൺസ്, ഇഞ്ചറീസ് ഒക്കെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട്, അലേർട്ടായിട്ട്, വളരെ എംപത്തറ്റിക് ആയി അവരൊക്കെ നല്ലപോലെ കെയർ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ മനസ്സിന് മുറിവേറ്റാലോ, ഈ കുഞ്ഞുങ്ങളൊക്കെ എന്തെല്ലാം വിഷമങ്ങളായിട്ടായിരിക്കും ചിലപ്പോ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് തന്നെ അവരുടെ മുഖം കണ്ടാൽ അറിയാൻ പറ്റും അവരെന്തോ ഒരു വിഷമത്തിലാണ്. ഇപ്പോ നമ്മളുടെ ഒരു ഫ്രണ്ട് നമ്മളെ ഫോൺ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ സംസാരിക്കുന്നതിൽ നിന്നും വളരെ ഡൗൺ ആയിട്ട്, വളരെ ലോ ആയിട്ട് സംസാരിക്കുമ്പോൾ അവര് ചോദിക്കില്ല എന്ത് പറ്റി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ടെൻഷനുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ? നേരിട്ട് കാണുമ്പോൾ നമ്മുടെ മുഖം ഇരിക്കുന്ന കാണുമ്പോൾ എന്ത് പറ്റി, ഇന്ന് വല്ല എന്തെങ്കിലും വിഷമമുണ്ടോ, ഇന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, സാധാരണ ഭയങ്കര പ്ലസന്റ് ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കാം അന്ന് അങ്ങനെ. അപ്പൊ അങ്ങനെ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ നോൺ വെർബൽ ക്യൂസ്, അല്ലെ, നമ്മൾ വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത്, നോൺ വെർബൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളോട് അങ്ങനെ ഒരാൾ ചോദിക്കുമ്പോ തന്നെ നമുക്കൊരു സമാധാനം, അല്ലെ? പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനാണ്, ഓപ്പൺ ആവാനായിട്ട് വളരെ ഈസി. സോ ഞാൻ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുവാണെന്ന്. അത് നമുക്കറിയാം, നമ്മുടെ നാട്ടില് കുറേ ഒരു പർട്ടിക്കുലർ ഇയർ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും നാച്ചുറൽ കലാമിറ്റീസ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തു, അല്ലെ? 2018 ഫ്ലഡ് വന്നത്. കുറെ നാളുകൾക്ക് ശേഷം, 100 ഇയേഴ്സിന് ശേഷം ഇതുപോലൊരു ഫ്ലഡ് വരുവാണെന്നൊക്കെ നമ്മുടെ വീട്ടില് പ്രായമായവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈവൻ പറവൂരിലൊരു ഏതാണ്ട് ഒരു 3% സ്ഥലം മാത്രമാണ്, ഇത് 1/3 മാത്രമാണ് ഫ്ലഡിൽ നിന്നും മാറിയ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. മാറിയെന്ന് പറഞ്ഞാലും ചുറ്റും വെള്ളം വന്ന് ഐസൊലേറ്റഡ് ആയി പോവുകയും ചെയ്തു. അത് വേറെ കാര്യം. കുറെ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പല സ്ഥലങ്ങളിലും, അല്ലെ, കുട്ടനാട് ഏരിയയിൽ താമസിക്കുന്നവര് മഴ വന്നു കഴിഞ്ഞാൽ അവർക്ക് കഷ്ടമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർക്ക് മഴക്കാലത്ത് താമസിക്കാൻ വേറൊരു വീടും അല്ലാത്ത സമയത്ത് താമസിക്കാൻ വേറൊരു വീടും, അങ്ങനെയായിരുന്നു അവര് വീട് വെച്ച്. കാരണം വെച്ചാൽ വീട്ടിനകത്ത് വെള്ളം കയറും, ആ സമയത്ത് മറ്റേ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എല്ലാവർക്കും അങ്ങനെ 2 വീടിന്റെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, അല്ലെ? അങ്ങനെ പല രീതിയിലും നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിലുണ്ടായിരുന്ന പ്രശ്നം, ദുരന്തം, അതിനു മുമ്പും വയനാട്ടിലുള്ള ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ ഇതിന്റെ വിക്ടിംസ്, പ്രത്യേകിച്ച് ഒരു യുദ്ധമൊക്കെ പറയുമ്പോൾ യുദ്ധത്തിന് വിക്ടിംസ് ഉണ്ടാവും, അല്ലെ? ചിലപ്പോ അച്ഛനെ നഷ്ടപ്പെട്ടു പോയ മക്കൾ, ലൈഫ് പാർട്ട്ണർ നഷ്ടപ്പെട്ടു പോയ വൈഫ്, അങ്ങനെയുള്ള പല രീതിയിലുള്ള നഷ്ടങ്ങൾ ഈ പറയുന്ന നാച്ചുറൽ കലാമിറ്റീസ് ആണെങ്കിലും വാർ ആണെങ്കിലും ഉണ്ടാകും. ഇവർക്ക് ചിലപ്പോൾ വീട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലൊക്കെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ വീട് എന്ന് പറയുമ്പോൾ വീട്ടിനുള്ളിലുള്ള അവരുടെ ബിലോങ്ങിങ്സ്, അത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിലോങ്ങിങ്സ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ അവരാകെ ഡൗൺ ആയിരിക്കും, ജീവിക്കേണ്ട ആ ഒരു രീതിയിലുള്ള ചിന്തകളൊക്കെ വരും. ഇങ്ങനെ മനസ്സിനെ മുറിവേറ്റിരിക്കുന്നവരെ എങ്ങനെ നമുക്ക് ആശ്വാസം പകർന്നു കൊടുക്കാം എന്നുള്ളതാണ്. ഇത് ഭയങ്കര ഹൈ പ്രൊഫഷണലായ ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. നമ്മുടെ ഉള്ളില് ഒരു കെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അഫക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, ആളുകളോട് സ്നേഹം, സഹതാപം, അതുപോലെ തന്നെ സഹാനുഭൂതി, അതാണ് ഏറ്റവും വേണ്ടത്. സഹതാപം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. എമ്പതി എന്നാണ് പറയുന്നത്, ആ ഒരു സഹാനുഭൂതി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിന് നമുക്ക് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവരെ നല്ലപോലെ കേൾക്കാനും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാനും പറ്റുള്ളൂ. ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് കാശല്ല കേട്ടോ, ഒരു കാരണവശാലും ഡയറക്ട്ലി മണി അല്ല കൊടുക്കേണ്ടത്. കാരണം ഇങ്ങനെ പ്രശ്നങ്ങൾ ബാധിച്ചവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് സൈഡിൽ നിന്നും അല്ലാതെ പല NGOs നിന്നും പല ആളുകളുണ്ടാവും. അവരുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു സപ്പോർട്ട് എവിടെ നിന്നൊക്കെ ഇവർക്ക് സപ്പോർട്ട് കിട്ടും, അവരുമായിട്ട് കണക്ട് ചെയ്യും. ഈ PDF ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇതിനകത്ത് മുഴുവനൊന്നും വേണ്ട, കുറെ ഉണ്ട്. ഏതൊരു ഡിഗ്രി ലെവലിലെ ഏതോ കോഴ്സിന്റെ PDF ആണ്. PFA, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഓൾറെഡി FAയിലൂടെ നിങ്ങൾ കടന്നുപോയി. ഫസ്റ്റ് എയ്ഡ്, അല്ലെ? ശരീരത്തിന് മുറിവേറ്റുമ്പോഴും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ മനസ്സിന്റെ മുറിവേറ്റ് എന്താണ് നമ്മൾ ചെയ്യുന്നത്? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു മാനസികമായി വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് ആണ്. അല്ലാതെ വെറുതെ സംസാരിച്ചത് അത് തരാം ഇത് തരാം എന്നല്ല, അത് പ്രാക്ടിക്കലി അവിടെ ആപ്ലിക്കബിൾ ആയിരിക്കണം. ഇപ്പൊ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു തൽക്കാലത്തേക്ക് ഒരു ഷെൽട്ടർ വേണം.
പിന്നെ അവരുടെ ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ അവരുടെ നീഡ്സും കൺസേൺസും എന്താണെന്ന് അസസ് ചെയ്യുക, മനസ്സിലാക്കുക. അസസ് നീഡ്സ് ആൻഡ് കൺസേൺസ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. ചുമ്മാ വർത്താനം പറഞ്ഞ് അത് തരാം ഇത് തരാം എന്നല്ല, നമ്മൾ അത് പ്രാക്ടിക്കലി പോസിബിൾ ആക്കുന്നു, അപ്ലൈ ചെയ്യും. പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. പിന്നെ അവരുടെ നീഡ്സ്, സെക്കൻഡ് വൺ അസസ് നീഡ്സ് ആൻഡ് കൺസേൺസ്. അവരുടെ നീഡ്സും കൺസേൺസും നമ്മൾ അസസ് ചെയ്യുന്നു. അതിനുശേഷം തേർഡ് വൺ ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ്. പ്രയോറിറ്റൈസ് ചെയ്യുവാണ്. അസസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും. ഏറ്റവും ആദ്യം കൊടുക്കേണ്ട നീഡ്സ് എന്താണ്? ഏറ്റവും ആദ്യം അവർക്ക് എന്താ കിട്ടേണ്ടത്? ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, പിന്നെ ഇൻഫർമേഷൻ അല്ലെ, വിവരങ്ങൾ. അവർക്ക് ഇനിയുള്ള ജീവിതം മുന്നോട്ട് എങ്ങനെ പോകണം? വീട് നഷ്ടപ്പെട്ടല്ലോ, അപ്പൊ വീടിനുള്ളിൽ ഡോക്യുമെന്റ്സ് എല്ലാം പോയിട്ടുണ്ട്, ആധാരമൊക്കെ നനഞ്ഞു കുതിർന്ന് ഒക്കെ ആ രീതിയിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അത് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും? അപ്പൊ അതിന്റെ അതോറിറ്റീസുമായിട്ട് അവരെ കണക്ട് ചെയ്യാനായിട്ടുള്ള കാരണം അത് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ചിലപ്പോൾ പഠിച്ച് കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ട എല്ലാ സർട്ടിഫിക്കറ്റ്സും അടങ്ങുന്ന അത് നനഞ്ഞു കുതിർന്നു എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ചെളിയിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ തിരിച്ച് SLC തുടങ്ങി PG ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരായിരിക്കാം, SLC തുടങ്ങിയുള്ള സർട്ടിഫിക്കറ്റ്സ് എങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് പറ്റും? അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ്, ഫുഡ്, വാട്ടർ ആൻഡ് ഇൻഫർമേഷൻ. ബേസിക് നീഡ്സ് പറയുമ്പോൾ അത്യാവശ്യം വിശപ്പകറ്റാൻ ഭക്ഷണവും നല്ല ക്ലീൻ വാട്ടറും വേണം. പിന്നെ ഷെൽട്ടർ ആവശ്യമുള്ളവർക്ക് ഷെൽട്ടർ വേണം. പിന്നെ ഇതുപോലെ അവർക്ക് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലത്തെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ. നമ്മൾ 3 പോയിന്റ് ആണ് പറയുന്നത്. 7 തീംസ് ആണ് ശരിക്കും PFAക്ക് ഉള്ളത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രാക്ടിക്കൽ സപ്പോർട്ടും കെയറും പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ് വൺ അവരുടെ നീഡ്സും കൺസേൺസും അസസ് ചെയ്യുക, അനലൈസ് ചെയ്യുക. നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാനാണ്. ഏറ്റവും ആദ്യം ഏത് കൊടുക്കണം നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാനാണ്. പിന്നെ ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത്തെ ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ്. ബേസിക് നീഡ്സ് പറയുമ്പോൾ ഫുഡ്, വാട്ടർ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേൾക്കുക, ലിസൺ. ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. പക്ഷെ അവരെ നിർബന്ധിച്ച് കാര്യങ്ങൾ പറയാനായിട്ട് അങ്ങനെ പ്രഷറൈസ് ചെയ്യരുത്. അത് ശരിക്കും കഷ്ടമല്ലേ? കാരണം അവർക്ക് ചിലപ്പോൾ പറയാൻ സമയം എടുക്കുമായിരിക്കും, ലൈക്ക് ടൈം എടുക്കുമായിരിക്കും അല്ലെ, സമയം എടുക്കുമായിരിക്കും അവർക്ക്. ഓക്കെ, ലിസൺ, കേൾക്കുക, പക്ഷെ അവരെ പ്രഷറൈസ് ചെയ്യരുത്, സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രഷറൈസ് ചെയ്യരുത്. പിന്നെ കംഫർട്ട് ചെയ്യുക, അവരെ സമാധാനിപ്പിക്കുക. വെച്ചാൽ അവർക്ക് ഒരു കംഫർട്ട് സോൺ ആണ് നമ്മുടെ അടുത്തിരിക്കുന്നത്, അവർക്ക് വളരെ കംഫർട്ട് ആണെന്നുള്ള ഫീല് കൊടുക്കുക. ഹെൽപ്പ് ദം ഫീൽ കാം. അവര് കാം ആവാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. ചിലപ്പോ ഭയങ്കരമായിട്ട് അവരിങ്ങനെ ബസ്റ്റ് ഔട്ട് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അപ്പൊ അവരെ കാമാക്കുക. എന്നുവെച്ചാൽ അവർ കാമായാലാണ് അവർ ഓപ്പൺ അപ്പ് ആവുള്ളൂ, മനസ്സ് തുറന്നവർക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അവരെ കംഫർട്ട് ചെയ്യുക. കാരണം പേടി ഉണ്ടാവും ചിലപ്പോൾ, ചിലർക്ക് ഉറക്കക്കുറവ് വന്നിട്ടുണ്ടാകാം. അപ്പൊ ഇതിപ്പം ഫ്ലഡിന്റെ കേസും വാറിന്റെ കേസും മാത്രല്ല, ഇതുപോലെ എന്താ പറയാ ആക്സിഡൻസ് വന്ന് ചിലപ്പോ കുട്ടികളെ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ എല്ലാരെയും നഷ്ടപ്പെട്ടതോ, അല്ലെങ്കിൽ പിന്നെ അത് മാത്രമല്ല ക്രോണിക് ഡിസീസസ്, ഭയങ്കരമായിട്ട് ക്രിട്ടിക്കൽ ഇൽനെസ്, ഭേദപ്പെടാത്ത അസുഖങ്ങളൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അസുഖങ്ങൾ കാരണം ഡിപ്രഷനിലേക്ക് പോയവരുണ്ടാകും അവര്. പിന്നെ അബ്യൂസിങ് നേരിടുന്ന കുട്ടികള്, അബ്യൂസിങ് നേരിടുന്ന സ്ത്രീകൾ, അങ്ങനെ അബ്യൂസ് നേരിടുന്ന ആരും. അപ്പൊ അങ്ങനെയുള്ള അവരെ അങ്ങനെ ഏത് അവസ്ഥയിലുള്ളവർക്കും PFA കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പോ ഇതുപോലെ തന്നെ വീട്ടില് പണിഷ് ചെയ്യുന്നുണ്ടാവും, അല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടാവും, അങ്ങനത്തെ കേസസ് ഉണ്ടാവും. അല്ലെങ്കിൽ സെക്ഷലി അബ്യൂസ് നേരിടുന്ന കുട്ടികളുണ്ടാവും, പറയാൻ പറ്റാതെ പേടിച്ചിട്ടുണ്ടാവും. പലപ്പോഴും എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെ ഏതൊരു അവസ്ഥയിലുള്ളവർക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. കംഫർട്ട്, അവരെ കംഫർട്ട് ചെയ്യിക്കുക, ഹെൽപ്പ് ചെയ്യുക, ഫീൽ കാമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് ബേസിക് നീഡ്സ് കൊടുക്കുന്നു, ഫുഡ്, അതുപോലെ തന്നെ വാട്ടർ, ഷെൽട്ടർ ഒക്കെ കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ആ ഇൻഫർമേഷൻസുമായിട്ട് അവരെ കണക്ട് ചെയ്യിക്കുക. കണക്ട് ദം ടു ഇൻഫർമേഷൻ, സർവീസസ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട്.
എന്തെല്ലാം സർവീസ് അവർക്ക് കിട്ടും, ആ സർവീസസ് ആയിട്ടും അതുപോലെ തന്നെ സോഷ്യലി അവർക്ക് കിട്ടേണ്ട സപ്പോർട്ടുമായിട്ടും കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒന്നുകൂടെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് പ്രാക്ടിക്കൽ കെയറും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്. അവരുടെ നീഡ്സും കൺസേൺസും അനലൈസ് ചെയ്യുക, ആക്സസ് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക, ഏതാദ്യം കൊടുക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. എന്താണ് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അസസ് നീഡ്സ് ആൻഡ് കൺസേൺസ്. തേർഡ് വൺ ഹെൽപ് ദം വിത്ത് ബേസിക് നീഡ്സ്. വിശപ്പ് മാറണം, ദാഹം, എവിടെയെങ്കിലും സമാധാനമായിട്ട് താമസിക്കാൻ പറ്റണം. പിന്നെ അവർക്ക് ഇൻഫർമേഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് എന്താണോ സംഭവിച്ചിരിക്കുന്നത് അതുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അവർക്ക് വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. അതാണ് തേർഡ് വൺ പറഞ്ഞത്. ഫോർത്ത് വൺ കേൾക്കുക. കേൾക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് കേൾക്കണം, ചുമ്മാ അങ്ങനെ ചെവി കൊണ്ട് കേട്ടാൽ മാത്രം പോലും. ആ ഒരു മനസ്സോടുകൂടി നമ്മൾക്ക് കേൾക്കാനായിട്ട് കേൾക്കണം. ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. അവരെ പ്രഷറൈസ് ചെയ്യരുത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ കംഫർട്ട് ദം. അവരെ കംഫർട്ട് ചെയ്യിക്കുക. മേക്ക് ദം കാം. അവരെ കാം ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആറാമത്തത് കണക്ട് ദം ടു ഇൻഫർമേഷൻ, സർവീസസ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. അവർക്ക് ലഭ്യമാകാൻ പോകുന്ന ഇൻഫർമേഷൻ, സർവീസ്, സോഷ്യൽ സപ്പോർട്ട് ഇതെല്ലാമായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ കൂടുതൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം. കൂടുതൽ സങ്കടം ആകുന്നതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക. ഒരു പ്രാവശ്യം നമ്മൾ അവരെ കേട്ടു, അതുകൊണ്ട് തീരുമല്ല, നമ്മളത് ഫോളോ അപ്പ് ചെയ്യണം. ആ പേഴ്സൺ ഓക്കെ ആണോ, അയാളെ കറക്റ്റ് സപ്പോർട്ടിലേക്കും സോഷ്യൽ സപ്പോർട്ടിലേക്കും ഇൻഫർമേഷൻസിലേക്കും നമ്മൾ എത്തിച്ചു കൊടുത്തിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അവരവിടെ ഓക്കെ ആണോ, ശരിയായി നടക്കണ്ടോ, കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ കാണാറില്ലേ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പാരന്റ്സ് മരിക്കുമ്പോൾ ഏറ്റെടുക്കാൻ ചിലപ്പോൾ ബന്ധുക്കളൊന്നും ഇല്ലെങ്കിൽ അവരെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഷെൽട്ടർ ഹോംസിലേക്ക് മാറ്റിയിട്ട് പിന്നെ അവരെ കുറിച്ച് ഫോളോ അപ്പ് ചെയ്യുക. അതാരാണോ, ഏതൊരു സോഷ്യൽ എന്താ പറയാ NGO ഏതെങ്കിലും ഓർഗനൈസേഷനാണ് അത് ഏറ്റെടുത്തെങ്കിൽ അത് അവര് കറക്റ്റായിട്ട് രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുക. കുട്ടികളുടെ ഓരോ വളർച്ചയിലും പഠനാവശ്യങ്ങളൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ്. അപ്പൊ PFAയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 തീംസ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ പ്രാക്ടിക്കൽ കെയറും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യാം. സെക്കൻഡ് വൺ അവരുടെ നീഡ്സും കൺസേൺസും അസസ് ചെയ്യുക. ആക്സസ് ആൻഡ് അസസ്, ASS, അങ്ങനെ അതിനെ നമ്മൾ വിശകലനം ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ നോക്കിയിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് ഏതാന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസസ് നീഡ്സ് ആൻഡ് കൺസേൺസ്. പിന്നെ ഹെൽപ് ദം വിത്ത് ബേസിക് നീഡ്സ്. അവർക്ക് ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത്തെ തീം, അതായത് ഫുഡ്, വാട്ടർ, ഇൻഫർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫോർത്ത് വൺ ലിസൺ. അത് ഇവിടെ കൊണ്ട് തന്നെ കേൾക്കുക. ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. പക്ഷെ അവരെ പ്രഷറൈസ് ചെയ്യരുത്, സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രഷറൈസ് ചെയ്യരുത്. അതാണ് നമ്മൾ നാലാമത് പറഞ്ഞത്. കേൾക്കണം, പക്ഷെ അവരെ സംസാരിക്കാൻ നിർബന്ധിക്കരുത്. അവർക്കുടെ ആ ഒരു സമയമെടുത്ത് സംസാരിക്കട്ടെ എന്നുള്ള രീതിയിൽ. ഫിഫ്ത്ത് വൺ കണക്ട് ദം ടു കംഫർട്ട് ചെയ്യുക. അവരെ കാമാക്കുക, അവരെ ഫീൽ കാം, അവരെ നമ്മുടെ കൂടെ അവരെ ഓക്കെ ആക്കി എടുക്കുക. നമ്മളാണ്, അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു ഹാമും ഉണ്ടാവില്ല, ഒരു കംഫർട്ട് അവർക്ക് ഫീൽ ചെയ്യണം. അവരെ ഇൻഫർമേഷൻസുമായിട്ട് കണക്ട് ചെയ്യുക. ആറാമത്തെ ഇൻഫർമേഷൻസുമായിട്ട് കണക്ട് ചെയ്യുക. സർവീസസ്, സോഷ്യൽ സപ്പോർട്ട് ഇതെല്ലാമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം. കൂടുതൽ ഇതാകുന്നതിന് മുമ്പ്, ഹാമിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക. ഇത്രയുമാണ് 7 തീംസ്. ഇത് നിങ്ങൾക്ക് വരുന്നുണ്ട്, അത് പറഞ്ഞുതരും. ഓക്കെ, ഇനി പലപ്പോഴും ഈ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും റിക്കവർ ആകാൻ ഓരോ വ്യക്തിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലെ. ചിലര് പെട്ടെന്ന് റിക്കവർ ആവുമായിരിക്കും, ചിലർക്ക് മേ ബി ടൈം എടുക്കുമായിരിക്കും റിക്കവർ ആകാനായിട്ട്. അപ്പൊ അവരെ എപ്പോഴും സേഫ്, കാം ആൻഡ് കണക്റ്റഡ് ടു അതേഴ്സ്, എപ്പോഴും അവർക്ക് സേഫ് ആയിട്ട് ഒരു ഫീൽ കൊടുക്കുക, അവരെ കാമാക്കുക. കംഫർട്ട് ആണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് നമ്മൾ കൊടുക്കണം. പിന്നെ അവരെ അവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ആവശ്യമുള്ള ആളുകളുമായിട്ട്
കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പലപ്പോഴും ഇങ്ങനെ മാനസികമായ ബുദ്ധിമുട്ട് വരുമ്പോൾ സ്വന്തം കാര്യം തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ വരും. കുളിക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്തൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു അതെല്ലാം ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ എന്താ സെക്കൻഡ് ചെയ്യേണ്ടത്? ആ റിക്കവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നൊരു ഫീലിംഗ് ഏബിൾ ടു ഹെൽപ്പ് ദംസെൽസ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൊരു രീതിയിൽ ഫീൽ ആക്കി കൊടുക്കുക. പിന്നെ അവർക്ക് കിട്ടേണ്ട സപ്പോർട്ടിന്റെ ആക്സസ്, അതിനുള്ള ആക്സസ് ഉണ്ട് എന്നൊരു ഉറപ്പ്, ആക്സസ് ടു സപ്പോർട്ട്, അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ ആളുകൾക്കും ഇങ്ങനെ ഭയങ്കരമായ ഇന്റർവെൻഷൻ PFA വേണമെന്നൊന്നുമില്ല. അതൊരു പ്രത്യേക ഭയങ്കരമായിട്ട് മെന്റലി ഡൗൺ ആയി പോകുന്നു. ഇപ്പൊ എനിക്കൊരു വിഷമം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ ഞാനത് എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആ പ്രശ്നം തീരും. അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കിട്ടുന്നതാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയ തീരും. അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ ഒത്തിരി നേരം പാട്ട് കേൾക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കും. എനിക്കൊരു പൊട്ട സ്വഭാവമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഈ ഫ്രൈ ഐറ്റംസ് ഒക്കെ ഇല്ലേ, മിക്സർ, ചിപ്സ്, അങ്ങനത്തെ ഉള്ളത് ടെൻഷൻ വരുമ്പോ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് കഴിക്കും. ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത് അല്ലെ. അപ്പൊ ആ ശീലം ഞാനിപ്പോ നല്ലപോലെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് പകരം കണ്ടുപിടിച്ചേക്കുന്നത് സമയം ഉണ്ടെങ്കിൽ കേട്ടോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിലങ്ങ് ഇൻവോൾവ് ആവുമല്ലോ. നിങ്ങൾക്ക് അങ്ങനെ നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റത്? ഞാൻ എപ്പോഴും അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ സാധാരണ ചെയ്യാറ് യൂട്യൂബില് ഒരു വെജിറ്റേറിയൻ റെസിപ്പി ചെയ്യുന്ന ഒരു ബ്ലോഗർ ഉണ്ട്, ശ്രീലക്ഷ്മി എന്ന്, ശ്രീസ് വെജ് മെനു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് സിമ്പിൾ കറികളൊക്കെ ഇങ്ങനെ പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ ചെയ്യണ പോലെ ഒരു എന്താ പറയുക പെട്ടെന്ന് ഒരു ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ ഒപ്പിക്കൽസ് കറി എന്നൊക്കെ പറയില്ലേ, പക്ഷെ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും അങ്ങനെ. അപ്പൊ അതിങ്ങനെ ഉണ്ടാക്കി അത് കഴിച്ചു നോക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമല്ലേ. അപ്പൊ ഞാൻ ഈ ഭക്ഷണം ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, കാരണം അവരുടെ വീഡിയോ നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, ഇവരൊക്കെ എവിടെയാണോ എന്ന് കാണാൻ പറ്റിയെങ്കിൽ എന്തോ ആ ഒരു ഭാഗ്യം കൂടെ കിട്ടിയിട്ടോ. കാരണം നമ്മുടെ 11th ബാച്ചില് ഈ ശ്രീസ് വെജ് മെനുവിലെ ശ്രീലക്ഷ്മി ഉണ്ട്. അപ്പൊ എനിക്ക് ഒരു പ്രാവശ്യം ശ്രീലക്ഷ്മി ആദ്യമായിട്ടാണ് ഈ ബോട്ടിലാട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ആണ് വീഡിയോ ഓൺ ചെയ്യുക. അന്നാണ് ഞാൻ അറിയുന്നത് ആ ശ്രീലക്ഷ്മിയാണ് ഈ ശ്രീലക്ഷ്മി എന്നുള്ളത്. ശ്രീലക്ഷ്മി പിന്നെ ആദ്യം പുള്ളിക്കാരി ബോട്ടിൽ മാത്രം കേട്ടോ വീഡിയോ കാണുന്നുള്ളൂ, ആളെ കാണുന്നില്ല. ആളുടെ വോയിസ് ചെയ്യുന്നത് ഞാൻ അല്ലെങ്കിൽ ഇതൊരു ഫെമിലിയർ വോയിസ് ആണല്ലോ, ഇത് ആരാ ഇത്, എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ചോദിച്ചു. അപ്പം ശ്രീലക്ഷ്മി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ശ്രീലക്ഷ്മി ആണെന്ന് പറഞ്ഞിട്ട് തുറന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ശ്രീസ് വെജ് മെനു ശ്രീലക്ഷ്മി ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അതേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ ശ്രീയുടെ ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രീലക്ഷ്മിക്ക് സന്തോഷം, എനിക്ക് സന്തോഷം. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത ഭക്ഷണം ഉണ്ടാക്കി നമ്മളെ കാണിച്ചു തന്ന ഒരാളെ നേരിട്ട് കാണാൻ പറ്റിയത്. അതൊക്കെയാണ് നമുക്ക് ശരിക്കും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊരു അങ്ങനെയുള്ള ചില കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നല്ല വലുത് തന്നെയാണ് കിട്ടും. അപ്പോ ഈ PFA എന്ന് പറയുന്നത് ഈ എല്ലാവർക്കും ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്തേണ്ട വരില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വീട്ടില് നമ്മളുടെ ചുറ്റും, നമ്മളൊരു സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന കുഞ്ഞുങ്ങള്, നമ്മളുടെ കൊളീഗ്സ്, ഇവരെല്ലാം നമ്മളോട് കണക്ട് ചെയ്ത് നിൽക്കുന്നവരായിരിക്കും അല്ലെ. നമ്മളുടെ വീട്ടിൽ ഒത്തിരി പ്രായമായിട്ടുണ്ടാവും ചിലപ്പോ. അതുവരെയും നല്ല ആക്റ്റീവായിട്ട് ഓരോ ആരോഗ്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവര് പെട്ടെന്ന് ഇങ്ങനെ അവർക്ക് വല്ല ഇതുപോലെ ക്രോണിക് ഇൽനെസ് ഒക്കെ വന്നത്, അതായത് ഇപ്പൊ ഷുഗർ, പ്രഷർ ഒക്കെ വരുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലേ മാറും അല്ലെ. അതുവരെ ഉണ്ടായിരുന്ന ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പ്രായമായി വരുന്നതാണ് കൂടുതൽ അവർക്ക് ആക്റ്റീവായിട്ട് ചെയ്യാനും പറ്റാതെ വരും. അവര് പലപ്പോഴും ചിലപ്പോൾ ഇതുപോലെ ഡിപ്രഷനിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മള് വീട്ടിൽ എങ്ങനെയാണോ അറ്റ്മോസ്ഫിയർ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മൾ കുറച്ചും പറഞ്ഞില്ലേ, മേക്ക് ദം കംഫർട്ട്, മേക്ക് ദം ഫീൽ കാം, അവരെ കാമാക്കുക, കംഫർട്ട് ആക്കുക. അത് വീട്ടിൽ നിന്നേ തുടങ്ങണം ആദ്യം. യെസ്, നമ്മൾ വീട്ടിൽ നിന്നേ അത് ചെയ്യണം. അപ്പൊ നമ്മുടെ വീട്ടിൽ അവരുണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ ഒബ്സർവ് ചെയ്യുക എല്ലാവരെയും. കുഞ്ഞുങ്ങളും ചില സമയത്ത് സ്കൂളിൽ ചിലപ്പോൾ ടെൻസ്ഡ് ആയിട്ട് വരണ്ടാവും നമ്മുടെ മക്കള്. മേ ബി അവരുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്നോ സ്കൂൾ ബസ്സിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവരെ ചിലപ്പോ ഡിസ്റ്റർബ് ചെയ്തു വരാം. അവരെ കേൾക്കാം. അതൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള PFA തന്നെയാണ്. അവർ പറയുന്നത് മുഴുവൻ കേൾക്കാം,
അപ്പം ചിലപ്പോൾ കുഞ്ഞു കാര്യങ്ങളായിരിക്കും, എന്റെ പെൻസിൽ ഒടിച്ചു, എന്റെ റബ്ബർ എടുത്തു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അത് നമ്മൾ മാനേജ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്, നമുക്കതൊരു സില്ലി കാര്യമായിരിക്കും. അത് കേൾക്കാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അവരൊക്കെ ഓക്കെയാണ്. അതുപോലെ പ്രായമായ ആൾക്കാരും അവർക്കും അവരെ കേൾക്കാനുള്ള ആരെങ്കിലും വേണം എന്നുള്ളത് തന്നെയാണ്. PF ആർക്ക് കൊടുക്കണം, എങ്ങനെ PF കൊടുക്കുന്ന ആൾ എങ്ങനെയായിരിക്കണം, PF നമ്മൾ ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ PF കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ എങ്ങനെയുള്ള ആൾക്കാർക്കാണ് PF പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതെല്ലാമാണ് ഇതിനകത്ത് നമ്മൾ വരുന്നത്. കൂടുതൽ കാര്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. നല്ലൊരു നോട്ടാണിത്. ഏകദേശം ഇത്ര പേജ് ഉണ്ട്, 28 പേജ് ഉണ്ട്. ബട്ട് അതിലെ കോർ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തരുള്ളൂ. ബാക്കി നിങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. സൈൻ ഔട്ടിന് ആരെങ്കിലും ഉണ്ടോ? താങ്ക് യു ജിഷ മാം. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, ഇല്ല പറഞ്ഞു, ഞാൻ ആരും ഇല്ലെന്ന് കരുതിയാണ്. ഓക്കെ. Thank you so much, Jisham. Thank you so much, Jisham, Miss, for this wonderful and inspiring class. I hope today's class was helpful and enjoyable for everyone. Let us all move forward together with the unity and positive attitude. Remember, true success comes when we grow together and support each other. Let us stay united, keep learning, and aim higher every day. Thank you, Jisha Miss. Your guidance and support with the love and respect. Thank you all. See you in the next class. Take care and take care. Okay, thank you so much and have a nice day and be happy. Thank you so much. Thank you, Disha ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Okay, and leave it. Bye.